ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ അഡ്മിഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം സബ്ജക്റ്റിൻ്റെ കോഡുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ. നമുക്ക് പലർക്കും അറിയില്ല. അതായത് ഇപ്പോൾ ഒരു സയൻസ് എടുക്കുമ്പോൾ സയൻസിൽ ഏതൊക്കെ സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ കൊമേഴ്സ് തന്നെ പല കോമ്പിനേഷൻ വരുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് തന്നെ പല കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ ഏതൊക്കെ എന്നതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ആ സ്കൂളിൽ കൊമേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ കൊമേഴ്സ് അവിടെ കൊടുത്തേക്കാം, പക്ഷേ കൊമേഴ്സിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട് എന്നുകൂടി നമ്മൾ അറിയണ്ടേ അല്ലേ. ആ സ്കൂളിൽ സയൻസ് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കാം, പക്ഷേ നമുക്ക് വേണ്ട സയൻസ് ബയോ സയൻസ് ആണോ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ അറിയണ്ടേ. അപ്പോൾ ഓരോ സബ്ജക്റ്റിന്റെയും കോഡ് അറിഞ്ഞു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായി നോക്കുന്ന ഒറ്റ ഒരു കാര്യം എന്താണ്, സബ്ജക്റ്റിന്റെ കോഡുകൾ ഏതൊക്കെ, ഓരോ സബ്ജക്ട് കോഡും ഏതൊക്കെയാണ് അതിന്റെ കോമ്പിനേഷൻ വരുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് സയൻസിലേക്ക് പോകാം. സയൻസിൽ പ്രധാനമായും സയൻസിന്റെ കോഡ് ആദ്യത്തെ 1 മുതൽ 9 വരെയുള്ളതാണ് സയൻസിന്റെ കോഡിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നോർമലി നമുക്കറിയാം സയൻസ് സബ്ജക്റ്റിലേക്ക് വെയിറ്റേജ് എടുക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ SSLCയിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അല്ലേ. ഈ PCMB എന്ന് പറയും. ഇതാണ് പ്രധാനമായി എന്ത് നമ്മുടെ മാർക്കിൻ്റെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന് എത്ര മാർക്കാണോ അതായിരിക്കും, അല്ലെങ്കിൽ അത് ഫുൾ A+ ആണെങ്കിൽ സയൻസ് കിട്ടാനുള്ള സാധ്യത കൂടുമെന്നാണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ. ആദ്യം നമ്പർ കോഡ് 1 എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. നമുക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് വിളിക്കാം, ബയോ സയൻസ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ഡോക്ടർ ആവാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ നീറ്റൊക്കെ +2 നീറ്റ് എഴുതാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർ പലപ്പോഴും ചൂസ് ചെയ്യുന്നതാണത് ഈ പറയപ്പെടുന്ന ബയോ സയൻസ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ ബയോളജി വരുന്നുണ്ട് അല്ലേ നോട്ട്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, എന്തിനു പകരം മാത്തമാറ്റിക്സിന് പകരം ഹോം സയൻസ് വരുന്ന ആളുകളുണ്ട്. അതുപോലെ അതാണ് കോഡ് നമ്പർ 2. ഇനി 3 ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ്. ഇവിടെ എന്താണ് വ്യത്യാസമുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ്. അവിടെ എന്ത് വരുന്നില്ല, ബയോളജി വരുന്നില്ല. ഇനി കോഡ് നമ്പർ 4 ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ് അല്ലേ. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇനി 5ാമത്തോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ. അപ്പോൾ 5ആണ് ഇത് ഈ പറയപ്പെടുന്ന കമ്പ്യൂട്ടർ സയൻസ് വരുന്നതാണ് 5 അല്ലേ. പല ആളുകളും ഈ 2 കോഡാണ് പല ആളുകളും മെജോറിറ്റി ആളുകൾ സെലക്ട് ചെയ്യുന്ന കോഡുകൾ അല്ലേ. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട് 6. 7 ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി വരുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നതാണ് 8 വരുന്നത്. 9 വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി വരുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാ സ്കൂളിലും ഈ ഒരു കോഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലുടനീളം ഇത്രയും കോഴ്സുകളുണ്ട്, പക്ഷേ മെജോറിറ്റി സ്കൂളുകളും ഇത്ര എല്ലാ കോഴ്സും അവൈലബിൾ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, മെജോറിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് 1ഉം ഈ 5ഉമാണ് ഒറ്റ മെജോറിറ്റി സ്കൂളുകളിൽ കണ്ടുവരുന്ന കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ സ്കൂൾ 3 ആയിരിക്കും, ചിലപ്പോൾ അതിൽ ഹോം സയൻസ് ആയിരിക്കും, ചില ബയോളജി ഉണ്ടായിരിക്കണമെന്നേ ഇല്ല അല്ലേ. അപ്പോൾ അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന സബ്ജക്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്ട് കോഡ് അല്ലെങ്കിൽ പറയപ്പെടുന്ന കോഡ് നിർബന്ധമായി നിങ്ങൾ നോക്കിയിരിക്കണം. ഇത് നോക്കിയിട്ടേ സ്കൂൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് പ്രധാനമായും സയൻസുകാർ ശ്രദ്ധിക്കേണ്ടത്. ഇനി കൊമേഴ്സുകാർ നോക്കുക. കൊമേഴ്സിൽ നമുക്ക് പ്രധാനമായും 1, 2, 3, 4 കോമ്പിനേഷൻ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് കൊമേഴ്സിൽ പഠിക്കാൻ. ഓക്കെ, കൊമേഴ്സിന്റെ കോർ സബ്ജക്റ്റ് ആണെന്ത്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പിന്നെ ഏതാ വരുന്നത്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്. ഇതാണ് കൊമേഴ്സിന്റെ കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ബാക്കി വരുന്ന ഒരു സബ്ജക്റ്റ് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പ്രധാനമായും 36 മുതൽ കോഡ് 36, 37, 38, 39 ഇങ്ങനെ 4 കോഡുകളാണ് കൊമേഴ്സുകാർക്കുള്ളത്. അപ്പോൾ കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ 4 കോഡ് ശ്രദ്ധിക്കുക. പ്രധാനമായും സോഷ്യൽ സയൻസിലെയും മാത്തമാറ്റിക്സിലെയും നിങ്ങളുടെ വെയിറ്റേജ് നോക്കിയിട്ടാണ് കൊമേഴ്സ് വിദ്യാർത്ഥിയുടെ വെയിറ്റേജ് നോക്കുക, അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ SSLCയിലെ ഈ 2 സബ്ജക്റ്റിന്റെ മാർക്കാണ് പ്രധാനമായും നോക്കുന്നത്. അപ്പോൾ ഇവിടെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് ശ്രദ്ധിക്കണേ. മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, അതാണ് 36. ഇനി 37 നോക്ക് നിങ്ങൾ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ. അപ്പോൾ ഇവിടെ സ്റ്റാറ്റി ആണ് എന്തിനു പകരം, മാത്തമാറ്റിക്സിന് പകരം. ഇനി 38 ആണെങ്കിലോ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ആണ്. ശ്രദ്ധിച്ചോ, പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇനി അതുപോലെ 39 ആണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ രീതിയിൽ 4 കോമ്പിനേഷനാണ് ആർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, കൊമേഴ്സുകാർക്ക് അവൈലബിൾ ആയിട്ട്. ഞാനിതിൽ പഠിച്ചത് 39 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കോഴ്സാണ്. ഞാൻ +2 എന്ത് ചെയ്തത് പഠിച്ചാൽ കൊമേഴ്സാണ് ഞാൻ എടുത്തത്. ഇനി ഞാൻ ഇതായിരുന്നു പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യും, കോമ്പിനേഷൻസ് മാറി വരാറുണ്ടോ, ഇത് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഞാനിതിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന കോമ്പിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 38, 38. പൊളിറ്റിക്സ് നമുക്ക് സുഖമായിട്ട് 100 മാർക്ക് നമുക്ക് വാങ്ങാം പഠിച്ചാൽ കേട്ടോ. ഓക്കെ, ബാക്കിയൊന്നും മോശമെന്നല്ല, ഞാനൊരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹ്യൂമാനിറ്റീസിലേക്ക് പോകണം. ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓഫ് കോമ്പിനേഷൻ വരുന്ന സബ്ജക്റ്റ് ആണ് ഹ്യൂമാനിറ്റീസ്. ഒരുപാട് വെറൈറ്റി കോമ്പിനേഷൻ ഹ്യൂമാനിറ്റീസിന് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ശരിക്കും 10 മുതൽ 19 വരെ നോക്കി നിങ്ങൾ. പക്ഷെ അത് മുഴുവൻ ഇല്ല കേട്ടോ, 10 മുതൽ 19 എന്ന് പറയുമ്പോൾ
ഓക്കെ, ഏതൊക്കെയാ? 10, 11, 12, 13, 14, 15, 16, 17, 18, 19 അല്ലേ? അപ്പോൾ 10 മുതൽ എത്രയാണ് ഈ പറയുന്ന 19 വരെ 9 എണ്ണം വരുന്നത് അല്ലേ? അപ്പോൾ ആദ്യം 10 ആണെങ്കിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി അല്ലേ? അപ്പോൾ ഹിസ്റ്ററി, എക്കണോമിക്സ് ഒട്ടുമിക്കം എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെ ഉണ്ടാവും. എന്ത് ഹിസ്റ്ററിയും എക്കണോമിക്സും അതൊരു ഒരു കോർ സബ്ജക്റ്റ് പോലുള്ളതാണ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് ഈ മൂന്നെണ്ണമാണ് ഇതിൻ്റെ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ കൃത്യമായി നോക്കി. നിങ്ങളിപ്പോൾ മാറുന്നത് ജിയോഗ്രഫി മാറുന്നുണ്ട്, സോഷ്യോളജി, ജിയോളജി, മ്യൂസിക്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, സോഷ്യൽ വർക്ക്, അതേപോലെ ജിയോഗ്രഫി, അതേപോലെ ഇസ്ലാമിക് ഹിസ്റ്ററി, പിന്നെ അത് വരുന്നത് ഗാന്ധിയൻ സ്റ്റഡീസ്, സൈക്കോളജി, സോഷ്യൽ വർക്ക് അല്ലേ? ഇങ്ങനെയാണ് സബ്ജക്ട് കോമ്പിനേഷൻ വരുന്നത്. പ്രധാനമായും നിങ്ങളിത് ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് എടുക്കുകയാണെങ്കിൽ ഈ പല സബ്ജക്ട് കോമ്പിനേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 10 മുതൽ 19 വരെയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ മാർക്ക്, SSLCയുടെ സോഷ്യൽ സയൻസിൻ്റെ മാർക്കാണ് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് എടുക്കുമ്പോൾ അതിന് വെയിറ്റേജ് കൂടാൻ വേണ്ടി നമ്മൾ നോക്കുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം സബ്ജക്ട് കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ആ കോമ്പിനേഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അവസാനം അപേക്ഷ കിട്ടി കോഴ്സിന് കയറുമ്പോഴേക്കും അയ്യോ ഇതായിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ അവിടെ എന്ത് ചെയ്തത്, അത്തരം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. റെഡി? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം. സോ വൺസ് അഗൈൻ അടുത്തൊരു വീഡിയോ കാണാതെ